ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമുക്ക് ഇന്ന് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കുർത്തി എങ്ങനെ സ്ലീവ്ലെസ് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നെക്കൊക്കെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുർത്തിയാണ് കേട്ടോ. നെക്ക് മാത്രം ഷോൾഡറും അതേപോലൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ സ്ലീവ്ലെസ് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുർത്തി ഞാൻ ഒന്നുകൂടെ 4 മടക്കി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കറക്റ്റായിട്ട്. സോ നമുക്ക് ഒന്നുകൂടെ റീമാർക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് മെഷർമെൻറ്റിൽ കറക്റ്റ് മടക്കി ഇട്ടു. അതേപോലെ നമ്മുടെ ഈ നെക്കിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇത് റീമാർക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് വേണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നെക്ക് വിത്ത് ഞാൻ നല്ല രീതിയിൽ ഇറക്കി കൊടുത്തേക്കുന്ന ഒരു കുർത്തി മെറ്റീരിയലാണ്, കുർത്തിയാണ് കേട്ടോ ഇത്. ഓൾമോസ്റ്റ് 8 ഇഞ്ചോളം നെക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്, ബാക്ക് നെക്ക്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി എന്തായാലും കുറയും. സ്ട്രാപ്പ് എത്രത്തോളം ചെറുതാക്കി എടുക്കണോ അതെല്ലാം നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ വിത്തും ലെങ്ത്തും ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ നെക്കും വിത്തും സ്റ്റിച്ച് ചെയ്യാവൂ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഷോൾഡറാണ് വേണ്ടത്, അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇത് വെൽ പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കൈക്കുഴി ഞാൻ 5 ഇഞ്ചോളെ കൊടുക്കുന്നുള്ളൂ. 5 സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും 5.5 ആയിക്കോളും. അപ്പോൾ അതുകൂടെ കൈക്കുഴി ഒട്ടും കാണണ്ട എന്നുള്ള കസ്റ്റമേഴ്സിന് അതനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവൂ കേട്ടോ. ചെസ്റ്റ് വണ്ണം വരുന്നത് 8.4 അതേപോലെ ഇത് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ ആം ഹോളിൻ്റെ അവിടെ 1 ഇഞ്ച് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. ദെൻ നമ്മുടെ എന്താ പറയുക, ആം ഹോൾ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. എനിക്കിവിടെ 7 വേണ്ടത്. കറക്റ്റ് എനിക്ക് 7 വരുന്നുണ്ട്. അതായത് നമ്മൾ വരച്ച ആ ലൈനിലെ ജസ്റ്റ് ഒന്ന് കേവ് ചെയ്ത് ഒന്ന് വെച്ച് നോക്കുക. കറക്റ്റ് എനിക്ക് 7 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിലൂടെ അതേ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ്. റഫായിട്ട് നമ്മൾ വരച്ചെടുത്ത ആ ലൈനിലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹിപ്പ് വരെ ഞാനൊരു സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് നെക്ക്. ഫ്രണ്ട് നെക്ക് ഞാനൊരു 1/2 ഇഞ്ച് ഇതേപോലെ കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് തന്നെ ആയിരിക്കണം. ഫ്രണ്ട് നെക്കാണേ, 1/2 ഇഞ്ച് മതി. ഓക്കെ, ഇനി ഷോൾഡർ ഫിനിഷ് ചെയ്യാനായിട്ട് ഇതേപോലെ ഞാൻ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തുണിയുടെ ചീത്ത ഭാഗം അതേപോലെ തുണിയുടെ ചീത്ത ഭാഗം. ഓക്കെ, നല്ല ഭാഗം ഇതേപോലെ വെക്കുക. ഇവിടെയാണ് ഇതിന്റെ കൂർത്ത ഭാഗമെങ്കിൽ ഓപ്പോസിറ്റ് തുണിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതിന്റെ കൂർത്ത ഭാഗം. ഓക്കെ, ഇതേപോലെ വെച്ച് ലോക്ക് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. രണ്ട് സൈഡിലും ലോക്ക് ഇടുക. ഇതേപോലെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഒന്നുകൂടെ കാണിച്ചു തരാം. തുണിയുടെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. അതേപോലെ ഈ തുണിയുടെ നല്ല ഭാഗം മുകളിൽ, ഇത് ക്രോസ് ഭാഗം റോങ് സൈഡ്. അപ്പോൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുക. സ്റ്റിച്ച് തുടങ്ങുമ്പോഴും ലോക്ക് ചെയ്യുക, അവസാനിക്കുമ്പോഴും ലോക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ക്രോസ് പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിന്റെ ചീത്ത ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തു. ഓപ്പോസിറ്റ് സൈഡിലൂടെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ടെടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന തുണിയുടെ ചീത്ത ഭാഗം അകത്തേക്ക് വരുന്ന രീതി ഇങ്ങനെ മടക്കുക. സെന്ററിൽ വെച്ചിട്ട് ഒരു ഭാഗം പുറത്തെ സൈഡിലും ഒരു ഭാഗം അകത്തെ സൈഡിലുമായിട്ട്. ദെൻ ഇതിന്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എഡ്ജിലൂടെ തന്നെ ആയിരിക്കണം സ്റ്റിച്ച് പോകുക. കറക്റ്റ് സെന്റർ ഭാഗത്ത് തന്നെ ആയിരിക്കണം. അതേപോലെ കറക്റ്റ് 1/2 ഇഞ്ച് തുണിയുടെ ഉള്ളിലേക്കും 1/2 ഇഞ്ച് ബാക്ക് സൈഡിലും തന്നെ വേണം കേട്ടോ. തയ്യൽ നിർത്തി അതേപോലെ ജസ്റ്റ് സൂചി ഒന്ന് പൊക്കി തുണി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
വീണിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലൂടെ ചെയ്തെടുക്കാവേ. ജസ്റ്റ് നല്ല കേവ് ഉണ്ട്. നമ്മൾ ആ കൈക്കുഴി വളഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നല്ല കേവ് ഉണ്ട്. അത് ഇതേപോലെ സൂചി നമ്മൾ തുണിയിൽ കുത്തി നിർത്തി നമ്മൾ ഫ്രൂട്ട് ഒന്ന് പൊക്കി ജസ്റ്റ് തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു കേവ് ഷേപ്പ് നമുക്ക് കിട്ടില്ല. തിരിച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതി തന്നെ നമുക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഫുൾ കുർത്തിയുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ സ്ലീവ്ലെസ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറേ മെത്തേഡിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.